മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി നടന്ന വൃത്തി 2025 ക്ലീൻ കേരള കോൺക്ലേവിൽ അമൃത വിശ്വവിദ്യാപീഠത്തിന് അംഗീകാരം. ഹരിത പ്രവർത്തനങ്ങളും സുസ്ഥിര മാലിന്യ സംസ്കരണ രീതികളും മികച്ച രീതിയിൽ നടപ്പിലാക്കിയതിനാണ് അമൃത വിശ്വവിദ്യാപീഠത്തിന് അംഗീകാരം ലഭിച്ചത്. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു. കമ്പോസ്റ്റിംഗ്, റീസൈക്ലിംഗ്, ബോധവൽക്കരണ ക്യാമ്പയിനുകൾ, സീറോ വേസ്റ്റ് പദ്ധതികൾ, സൗഖ്യം റീയൂസബിൾ പാഡ്സ് തുടങ്ങിയ സംരംഭങ്ങൾ കണക്കിലെടുത്താണ് അമൃത വിശ്വവിദ്യാപീഠത്തിന് പുരസ്കാരം ലഭ്യമായത്. തദ്ദേശ സ്വയംഭരണ മന്ത്രി MB രാജേഷ് പുരസ്കാരം വിതരണം ചെയ്തു. LSDDP സ്പെഷ്യൽ സെക്രട്ടറി അനുപമ IAS, ശുചിത്വ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ UV ജോസ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ശുചിത്വ മിഷൻ കൊല്ലം ജില്ലാ കോർഡിനേറ്റർ അനിൽകുമാർ, അസിസ്റ്റന്റ് കോർഡിനേറ്റർ ശാലിനി, ശുചിത്വ മിഷൻ പ്രതിനിധികളായ L ശൈലജ, തൊടിയൂർ രാധാകൃഷ്ണൻ, അമൃത വിശ്വവിദ്യാപീഠം എഞ്ചിനീയറിംഗ് വിഭാഗം അസോസിയേറ്റ് ഡീൻ ഡോക്ടർ SN ജ്യോതി, അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ജീന പ്രസാദ്, അമൃത സസ്റ്റൈനബിൾ സോളിഡ് വേസ്റ്റ് മാനേജ്മെന്റ് സെന്റർ മേധാവി ബ്രഹ്മചാരി രാകേഷ് തുടങ്ങിയവർ ചേർന്ന് സർട്ടിഫിക്കറ്റുകൾ സ്വീകരിച്ചു. മാലിന്യമുക്തം നവകേരളം ജനകീയ ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലാതല പരിപാടികളിലും പഞ്ചായത്ത് തല പരിപാടികളിലും അമൃത വിശ്വവിദ്യാപീഠം മികച്ച സ്ഥാപനമായി തെരഞ്ഞെടുത്തിരുന്നു. ഏപ്രിൽ 9 മുതൽ 13 വരെ തിരുവനന്തപുരത്ത് കനകക്കുന്നിൽ വെച്ച് നടക്കുന്ന വൃത്തി 2025 ക്ലീൻ കേരള കോൺക്ലേവിൽ അമൃത വിശ്വവിദ്യാപീഠം പ്രത്യേകം സ്റ്റാളുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതിനോടകം തന്നെ 10,000-ലധികം പേരാണ് സ്റ്റാളുകൾ സന്ദർശിച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.